السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد وبعد. ബിഗ് ബോസ് ഷോയും അതിൽ ഇപ്രാവശ്യം വന്നിട്ടുള്ള ഒരു ലെസ്ബിയൻ കപ്പിൾസ് ആദില നൂറ അവരുടെ സ്നേഹമൊക്കെ ഇന്ന് വളരെയേറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം സ്ത്രീ നൽകിയ ഒരു പോസ്റ്റും അതിനൊരു ഫെമിനിസ്റ്റ് നൽകിയ കമൻറ്റുമാണ് നമ്മളൊന്ന് ചർച്ചാ വിഷയമാക്കുന്നത്. അപ്പോൾ എന്താണ് ആ മുസ്ലിം സ്ത്രീ നൽകിയ ഒരു പോസ്റ്റ്, അല്ലെങ്കിൽ അവർ പോസ്റ്റ് ചെയ്ത ഒരു കോണ്ടന്റ് ആണ്. ഇംഗ്ലീഷിൽ അവർ എഴുതിയിട്ടുള്ളത് ബിവെയർ ഓഫ് ദ സട്ടിൽ പ്രോപ്പഗാൻഡ ദാറ്റ് കീപ്സ് ഇൻജെക്ടിങ് ഇറ്റ്സെൽഫ് ഇൻ ടു യുവർ മൈൻഡ്. നമ്മൾ ഈ ഒരു റീൽസും കാര്യങ്ങളൊക്കെ നിരന്തരം ഷെയർ ചെയ്യുമ്പോൾ അതൊരു പ്രൊപ്പഗാൻഡയാണെന്നും അത് നമ്മുടെ മനസ്സിലേക്ക് അവർ ഇൻജെക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതും are not just entertainment, they are shaping the way you think without you even realizing it. അത് വെറും എന്റർടൈൻമെന്റ് അല്ല, മറിച്ച് നമ്മൾ പോലും അറിയാതെ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്ന് അവർ തീരുമാനിക്കുകയാണ് എന്നുമാണ് ഈ സ്ത്രീ പറയുന്നത്. I'm not a fan of Big Boss, I don't even watch it, but everywhere I scroll I see reels and content pushing the same agenda, normalizing the LGBTQ community and trying to make it look like the default. LGBTQ community default, അതാണ് നോർമൽ എന്ന് കാണിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം അവർക്കിതിൽ കാണുന്നുണ്ട്. എവിടെ നോക്കിയാലും ഈ കോണ്ടന്റിലുള്ള റീൽസ് ആണ് അവർ കാണുന്നത് എന്നാണ് അവർ പറയുന്നത്. ദിസ് ഇസ്ന്റ് ജസ്റ്റ് കോയിൻസിഡൻസ്, ഇറ്റ്സ് ലൈക്ക് കണ്ടീഷനിങ്. പ്രൊട്ടക്ട് യുവർ ഹാർട്ട്, പ്രൊട്ടക്ട് യുവർ വാല്യൂസ് ആൻഡ് ഡോണ്ട് ലെറ്റ് ദീസ് ട്രെൻഡ്സ് റീറൈറ്റ് യുവർ പ്രിൻസിപ്പിൾസ് ഇൻ ദ നെയിം ഓഫ് എന്റർടൈൻമെന്റ്. നമ്മുടെ എന്റർടൈൻമെന്റിന്റെ പേരിൽ ഇത്തരം റീൽസ് നമ്മുടെ മൂല്യങ്ങളെ മാറ്റി എഴുതാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് ഈ സ്ത്രീ നൽകിയ ഒരു പോസ്റ്റ് അഥവാ അവരുടെ ഒരു അഭിപ്രായം. അതൊരു മുസ്ലിം സ്ത്രീയാണ്. അപ്പൊ അതിനൊരു ഫെമിനിസ്റ്റ് നൽകിയ മറുപടി, ഐസൂട്ടി, ഇറ്റ്സ് വാട്ട് ഐ തിങ്ക് ടു പ്രൊനൗൺസ്, ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ക്ലിയർ. പക്ഷെ അവർ നൽകിയ കമന്റ് അല്ലെങ്കിൽ റെസ്പോൺസ് ഒരു ലെങ്തി റെസ്പോൺസ് ആണ്. അതിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആദ്യം മുതൽ പറയുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് അതാണ് നോർമൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം അവർ പറയുന്ന ഒരു കാര്യം, ആ പോയിന്റ് ആണ് ഞാൻ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത്. അവർ പറയുന്നത്, നമ്മളിപ്പോൾ ഈ റീൽസ് ഒന്നും ഷെയർ ചെയ്ത് റീൽസ് കാണരുത് എന്നാണല്ലോ ആദ്യം മുസ്ലിം സ്ത്രീ പറഞ്ഞത്. അപ്പൊ അവർ പറയുന്നത് 30 സെക്കൻഡ് റീല് കണ്ടിട്ട് പ്രൊപ്പഗാൻഡയിൽ ഒലിച്ചു പോകുന്ന പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ് ഉള്ള ആളാണെങ്കിൽ പ്രശ്നം ഇസ് വിത്ത് യുവർ ബിലീഫ് സിസ്റ്റം ആൻഡ് ബുദ്ധി ആൻഡ് പ്രിൻസിപ്പിൾസ്. അല്ലാണ്ട് സമൂഹത്തിൽ നിങ്ങളെപ്പോലെ ജീവിക്കുന്നവരെ നിങ്ങൾ അംഗീകരിക്കൂ എന്നൊക്കെ പോസ്റ്റ് ഇടാൻ ചില്ലറ തൊലിക്കട്ടി പോരാ. സോ ബേസിക്കലി ഷീ സെയിങ് ദാറ്റ് നമ്മളെ പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ് ഒന്നും എന്തല്ല, അത്ര സ്ട്രോങ് അല്ല. ഒരു 30 സെക്കൻഡ് റീല് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വാല്യൂസ് ഒക്കെ ഒലിച്ചു പോകും. നമ്മൾ കുട്ടികളോട് ഇത് കാണരുത് എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂസിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ്. സോ ഐ എം ഗോയിങ് ടു ടോക്ക് ഫ്രം എ മുസ്ലിം പെർസ്പെക്റ്റീവ്. അപ്പൊ ഈ കമന്റ് ഇട്ട സ്ത്രീ, അല്ലെങ്കിൽ ആദ്യം പോസ്റ്റ് ചെയ്ത ഒരു അഭിപ്രായം പറഞ്ഞ സ്ത്രീ ഒരു മുസ്ലിം സ്ത്രീയാണ്. അവര് ഇസ്ലാമിക് പെർസ്പെക്റ്റീവിലാണോ അത് പറഞ്ഞത് എന്ന് എനിക്ക് ഉറപ്പില്ല. മുസ്ലിങ്ങൾ മാത്രമല്ല LGBT കമ്മ്യൂണിറ്റിയെ നോർമലൈസ് ചെയ്യുന്നതിനെ എതിർക്കുന്നത്. ബട്ട് എനിവേ ഐ ടോക്ക് ഫ്രം എ മുസ്ലിം പെർസ്പെക്റ്റീവ്. സോ ആസ് മുസ്ലിംസ് നമ്മൾ ഇത്തരം ഷോസും റീൽസും ഒന്നും കാണരുത്. അത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കും, അല്ലെങ്കിൽ നമ്മളുടെ മൂല്യങ്ങൾക്ക് അത് ബാധിക്കും എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇനി ആ മൂല്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ട് ഈ റീൽസ് കാണരുത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം ഷോ പ്രോത്സാഹിപ്പിക്കരുത്, എന്തുകൊണ്ട് ഇത്തരം ഷോ കാണരുത് എന്ന് പറയുന്നതിന് ഞാൻ എല്ലാ കാരണങ്ങളും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റീസൺസ് ഞാൻ പറയാം. ഓക്കെ, എന്നിട്ട് അവസാനം ഞാൻ ഈ പറഞ്ഞ പ്രോബ്ലം അഡ്രസ് ചെയ്യാം. 30 സെക്കൻഡ് റീല് കണ്ടു കഴിഞ്ഞാൽ ഒലിച്ചു പോകുന്നത് കൊണ്ടാണോ, പേടി കൊണ്ടാണോ, നമ്മുടെ പ്രിൻസിപ്പിൾസിൽ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണോ നമ്മൾ ഇത് കാണരുത് എന്ന് പറയുന്നത് എന്ന് ഞാൻ അവസാനം അതിനുള്ള മറുപടി പറയാം. ഓക്കെ, എനിവേ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ റീൽസ് കാണരുത് അല്ലെങ്കിൽ ഇത്തരം ഷോ കാണരുത് എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ലീവ് എവറിത്തിങ് എൽസ്, ദിസ് ഇസ് പ്യുവർ വേസ്റ്റ് ഓഫ് ടൈം. എന്താണ് ഇത്തരം ഷോ കാണുന്നതിലൂടെ, ഇത്തരം റീൽസ് കാണുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് ബെനിഫിറ്റ്? ലീവ് ദുന്നവി പെർസ്പെക്റ്റീവ് ആയിക്കോട്ടെ, ഉഖ്റവി പെർസ്പെക്റ്റീവ് ആയിക്കോട്ടെ, നമുക്ക് ഒരു മുസ്ലിം എന്ന നിലയിൽ നമുക്ക് നമ്മുടെ സമയത്തിന് മറുപടി പറയേണ്ടി വരും അള്ളാന്റെ മുന്നിൽ. ഓക്കെ, അത് ഒരു ഫാക്ടറാണ്. രണ്ടാമത്തെ ഫാക്ടർ, ഈ ലോകത്ത് ഈ ദുനിയാവിൽ വെച്ചിട്ട് നമുക്ക് എന്താണ് ഇതുകൊണ്ട് കിട്ടുന്ന ഒരു ഉപകാരം എന്നുള്ളത് എനിക്ക് ഇന്ന് വരെ മനസ്സിലായില്ല. ഐ ചാലഞ്ച് യു ടു ഗിവ് മീ വൺ പോസിറ്റീവ് ഫാക്ടർ വിച്ച് ഐ ഗെറ്റ് ബൈ വാച്ചിങ് സച്ച് ഷോസ്. ഇത് ഒന്നാമത്തെ കാര്യമാണ്. ഇനി അതും ഞാൻ ഇതിന്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യാം. എന്ത് എന്റർടൈൻമെന്റ് വാല്യൂ ആണ് ഇപ്പൊ ഇതിന് കിട്ടുന്നത്? ഇപ്പൊ ലെറ്റ്സ് ടോക്ക് അബൌട്ട് മൂവീസ്. ഇപ്പൊ ഒരു കോമഡി മൂവി നമ്മൾ കാണാൻ നമുക്ക് ചിരിക്കാം. ഓക്കെ, ലെറ്റ്സ് സേ ഫോർ ദ സേക്ക് ഓഫ് ദ ആർഗ്യുമെന്റ്, ഫോർ ദ എന്റർടൈൻമെന്റ് പെർസ്പെക്റ്റീവ്, ആ കോമഡി ചിരിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുന്നുണ്ട്, ഓക്കെ, ചിരിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത് ആ കാണുന്ന ആ ജോൺറയിൽ വിശ്വസിക്കുന്ന ആളുകൾ.
ത്രില്ലർ മൂവി കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ത്രിൽഡ് ആവും. എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലേഴ്സ് കണ്ടിട്ട് ഓക്കെ 2 മണിക്കൂർ അവർക്ക് ഒരു എന്റർടൈൻമെന്റ് വാല്യൂ കിട്ടുന്നുണ്ട് നോക്കാം. എന്താണ് ഇത്തരം ഷോസിലൂടെ കിട്ടുന്നത്? ഈ ഒരു ഒരു ഷോ എന്താ, ഞാൻ അതിന്റെ ചില വീഡിയോസ് കണ്ടിട്ട് എനിക്കും ഇന്ന് വരെ മനസ്സിലായില്ല എന്താ എന്റർടൈൻമെന്റ് വാല്യൂ ആണ് ഇവർ കൊടുക്കുന്നത് എന്നുള്ളത്. സോ ഇറ്റ്സ് എ പ്യോർ വേസ്റ്റ് ഓഫ് ടൈം. ദിസ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റീസൺ വൈ വി സേ ഡോണ്ട് വാച്ച് സച്ച് ഷോസ്. ഇതാണ് നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇതൊരു വേസ്റ്റ് ഓഫ് ടൈം ആണ്. ഇനി രണ്ടാമത്തെ മറ്റൊരു കാരണം എന്നുള്ളത് നമ്മൾ പറഞ്ഞ ഇത്തരം റീൽസും കാര്യങ്ങളും. അപ്പൊ എന്താണ് ഈ റീൽസ് ഇങ്ങനെ നിരന്തരം കാണുന്നതിലൂടെ ഒരു റീൽ അഡിക്ഷൻ എന്ന് പറയുന്ന സംഭവം വരുന്നുണ്ട്. ആ റീൽ അഡിക്ഷനും ഡേഞ്ചറസ് ആണ്. അത് നമ്മളല്ല പറയുന്നത്, മുസ്ലിങ്ങളല്ല പറയുന്നത്, സൈക്കോളജിസ്റ്റുകളാണ് പറയുന്നത്. റീൽ അഡിക്ഷൻ ഡേഞ്ചറസ് ആണ്. നമ്മൾ നിരന്തരം റീൽസിൽ ഇങ്ങനെ കിടന്നിട്ട് ഒരു ഉപകാരവും ഇല്ലാത്ത, ഒരു ഇൻഫോർമേറ്റീവ് കോണ്ടന്റ് ഇല്ലാത്ത, ഒരു എന്റർടൈൻമെന്റ് ഒന്നുമില്ലാത്ത ഒരു സാധനങ്ങളൊക്കെയാണ് നമ്മൾ വെറും ഒരു വേറൊരു കൈൻഡ് ഓഫ് എന്റർടൈൻമെന്റ്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ റീൽസ് ആയി ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വിച്ച് ഇസ് അബ്സല്യൂട്ട്ലി ഡേഞ്ചറസ്. അതാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. ഇനി വേറൊരു കാര്യം, ഇപ്പൊ നമ്മൾ ഈ ഇത്തരം ഷോസിലൊക്കെ കാണുന്ന എന്താണ് ഈ ഷോയിൽ സംഭവിക്കുന്നത്? നമ്മൾ അവരുടെ ജീവിതത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ്. ആക്ച്വലി അവിടെ ഒരു ക്യാമറ വെച്ച് അവരെന്താ ചെയ്യുന്നത് എന്നുള്ളത് ഒളിഞ്ഞു നോക്കുന്നതാണല്ലോ ഈ ഷോയിന്റെ ഒരു ആകത്തുക. സോ അതിങ്ങനെ നോക്കുക, അതിൽ ആനന്ദം കണ്ടെത്തുക, അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ, അവർ ഇടയിൽ നടക്കുന്ന സംഘർഷങ്ങൾ നമ്മൾ ആസ്വദിക്കുക. അതേപോലെ അവരിൽ നടക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നടക്കുന്ന, അവർ ക്യാമറയ്ക്ക് മുമ്പ് കാണിക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ ലൈഫുമായി കമ്പയർ ചെയ്യുകയും നമ്മുടെ ലൈഫ് എന്തോ മിസറബിൾ ആയിട്ടുള്ള ഒരു ജീവിതമാണ് എന്ന് സ്വയം മനസ്സിലാക്കുന്നതൊക്കെ ഒരു തെറ്റായ പ്രവണതയാണെന്നും അത് ചെയ്യരുത് എന്നും കമ്പയർ ചെയ്യരുത് എന്നുള്ളതൊക്കെ സൈക്കോളജിസ്റ്റുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലീവ് മുസ്ലിംസ് ഇത് നിരന്തരം ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി എന്താണ് ഈ ഷോയിൽ അവർ ആക്ച്വലി ഷോ ചെയ്യുന്ന ആളുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഷോയിൽ മുമ്പ് വിജയിച്ചിട്ടുള്ള അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഹ്യൂമൻ ഇമോഷൻസിനെ വെച്ച് അവർ കളിക്കുകയാണ് എന്നുള്ളത്. മനുഷ്യരുടെ ഇമോഷൻസ് വെച്ചിട്ട് കളിച്ചിട്ട് അവർ അതുവഴി പണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് അതിൽ ജയിച്ച ആളുകൾ മുസ്ലിംസ് പറഞ്ഞതല്ല. അപ്പൊ ഇത്തരം ഒരു വൃത്തികെട്ട ഉദ്ദേശമുള്ള ആളുകളുടെ ഇത്തരം കോണ്ടന്റുകൾ നമ്മൾ റീൽസ് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ അവരെ വളർത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു കാരണമാണ്. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരാം. നമ്മളിപ്പോൾ ഈ 30 സെക്കൻഡ് റീൽസ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇത്തരം ഫിൽത്തി ആയിട്ടുള്ള, ഐ മീൻ നമ്മൾ വിശ്വസിക്കുന്നത് ആസ് എ ഷോ ജനറലി ദിസ് ഇസ് പ്യുവർ ഫിൽത്ത്. ഇനി ഇതിൽ കാണിക്കുന്ന പ്രത്യേക കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഇവരുടെ ഈ ലെസ്ബിയൻ, സോ ദാറ്റ്സ് ഓൾസോ ഫിൽത്ത്. സോ അത് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ, അത് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അത് അവരുടെ മൈൻഡിനെ കറപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ അത് നമ്മുടെ പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസിന്റെയും ദുർബലതയാണ് എന്നാണ് ഈ ഫെമിനിസ്റ്റ് അവകാശപ്പെടുന്നത്. സോ എന്താണ് അവിടെ സംഭവം? നമ്മുടെ പ്രിൻസിപ്പിൾസും വാല്യൂസും ദുർബലപ്പെട്ടതുകൊണ്ടോ? ആർ ദേ നോട്ട് സ്ട്രോങ് ഇനഫ്? ഡിയർ, ദേ ആർ വെരി സ്ട്രോങ് ഇനഫ് ആൻഡ് ദേ ആർ മോർ ദാൻ ഇനഫ്. പക്ഷേ മിക്ക മുസ്ലിമീങ്ങളും ഇത്തരം പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസിലോട് ചിലപ്പോൾ ആഴത്തിൽ പഠിച്ചോളണം എന്നില്ല, അവർ അതിലേക്ക് ഇൻവോൾവ് ആവണം എന്നില്ല. ദേ മൈറ്റ് ബി ലിവിങ് എ നോർമൽ ലൈഫ്. സോ their mind would not be intellectually prepared enough to absorb this filthy content. So അവരുടെ മൈൻഡ് എന്താവൂല, ആവശ്യത്തിന് പ്രിപ്പയർഡ് അല്ല എന്നുണ്ടെങ്കിൽ അവർ ഇത് കാണുകയും അതിലേക്ക് ഇരയാവാനും സാധ്യതയുണ്ട്. they might fall prey to such malicious propaganda. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത്, ഇത്തരം റീൽസും കാര്യങ്ങളൊന്നും നിങ്ങൾ കാണരുത്. കാരണം നിങ്ങൾ അത്രയും ഇന്റലക്ച്വലി പ്രിപ്പയർഡ് അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരുദ്ദേശിക്കുന്ന ഇവരുടെ ഈ മലീഷ്യസ് ആയിട്ടുള്ള ഈ ഒരു വിഷ്യസ് ആയിട്ടുള്ള ഈ ഉദ്ദേശങ്ങൾ, ഈ പ്രൊപ്പഗാൻഡ അതിലേക്ക് നിങ്ങൾ ചിലപ്പോൾ ഇരയായി വീണു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ വിശ്വാസങ്ങളുടെ ദുർബലതയല്ല, ആ വിശ്വാസം ഉൾക്കൊള്ളാത്തതിന്റെ പേരിലുള്ള നമ്മുടെ മനസ്സിന്റെ ദുർബലതയാണ് നമ്മളവിടെ സൂചിപ്പിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഐ ഗിവ് യു റിയൽ ടൈം എക്സാമ്പിൾ. ഇപ്പോ നമുക്ക് കുറച്ച് മുൻപ് മാർക്കോ എന്ന് പറയുന്ന ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ മൂവിയിൽ ഒട്ടുമിക്ക സീനുകളിലും വയലൻസ് ഉണ്ട്. ഒട്ടുമിക്ക സീനുകൾ എന്ന് പറഞ്ഞാൽ വയലൻസ് വാസ് വെരി ലൈക്ക് ഹാർഡ്. ദേ ഷോഡ് ഇറ്റ് ഇൻ എ റിയൽ വേ. സോ അതുകൊണ്ട് അത് കുട്ടികളെ കാണിക്കരുത് എന്ന് പറഞ്ഞു. ആൻഡ് സെൻസർ ബോർഡ് മേഡ് ഷുവർ ദാറ്റ് ചിൽഡ്രൻ ആർ നോട്ട് സപ്പോസ് ടു വാച്ച് ദിസ്. മുസ്ലിങ്ങൾ പറഞ്ഞതല്ല. ഓക്കെ, എന്തുകൊണ്ട്? എവറിബഡി നോസ് ഇറ്റ്സ് ദേ ആർ ജസ്റ്റ് ആക്ടിങ്. എവറിബഡി നോസ് ഇറ്റ്സ് ജസ്റ്റ് ഫേക്ക് ബ്ലഡ്, ഇറ്റ്സ് ജസ്റ്റ് ഫേക്ക് ഓർഗൻസ്, എവറിത്തിങ്. ബട്ട് സ്റ്റിൽ കുട്ടികൾ അത് കാണിക്കാൻ പാടില്ല. എന്താ, കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരെ? അല്ല, കുട്ടികൾ അത് കണ്ടു കഴിഞ്ഞാൽ അവരോട് അത് എത്ര പറഞ്ഞാലും അവരുടെ മനസ്സ് അതിനുള്ള പാകപ്പെട്ടിട്ടില്ല. അവർ ചിലപ്പോൾ അത് ട്രോമറ്റൈസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്.
സോ അത് ആ കുട്ടികളുടെ മനസ്സ് അത്രയും പാകപ്പെടാത്തത് കൊണ്ടാണ് നമ്മളത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാത്തത് എന്നതുപോലെ തന്നെ നമ്മളുടെ മനസ്സ് പാകപ്പെടാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ മനസ്സ് പാകപ്പെടാത്ത അവസ്ഥയുള്ള ആളുകൾക്കാണ് നമ്മൾ ഇത്തരം റീൽസ്. അല്ലാതെ നമ്മുടെ പ്രിൻസിപ്പൾസ് ആൻഡ് വാല്യൂസ് ശരിക്കും ഉൾക്കൊള്ളേണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ ഇത്തരം റീൽസ്, ഒന്നാമത് ഈ റീൽസ് കാണൂല, കാരണം ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം ആസ് ഐ സെഡ് ഫ്രം ദ ബിഗിനിങ്. പക്ഷെ ഇനി ഇൻ കേസ് അങ്ങനത്തെ റീൽസ് കാണേണ്ടി വന്നാൽ പോലും ഇത് കണ്ടു കഴിഞ്ഞാൽ അതിൽ അറപ്പ് തോന്നുക എന്നുള്ളതല്ലാതെ അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല. സോ എനിക്ക് മുസ്ലിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൃത്യമായ നിലപാടുകൾ വേണം, നമുക്ക് പഠനം വേണം, അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമ്മൾ മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന ചണ്ടിയിൽപ്പെട്ട ഒരാൾ പോലെ ആവാതെ നമ്മൾ കൃത്യമായി വി ഷുഡ് ബി സ്റ്റാൻഡിങ് അലോൺ ഇൻ സച്ച് കേസസ്. നമ്മൾ ചിലപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ഒറ്റപ്പെടും, പക്ഷെ ഹക്കിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. വാഹിദ് ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.